നിങ്ങളൊരു പവർഫുൾ റൈഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? വളരെ ത്രില്ലിംഗ് ആയിട്ട്, പവർഫുൾ ആയിട്ട്, വളരെ അടിപൊളിയായിട്ട് നിങ്ങളൊരു ഹൈവേ റൈഡ് ഇഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെ റൈഡുകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ കാണുന്ന മുതൽ. ഇതാണ് ഹോണ്ടയുടെ ഹോണറ്റ് 2.0. ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നാലോ? അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനം ഓടിക്കുമ്പോൾ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് കമിഴ്ന്ന് ഹാൻഡിൽ ബാറിലേക്ക് മാക്സിമം വെയിറ്റ് കൊടുത്തിട്ട് വാഹനം ഓടിക്കുക എന്നുള്ളത്. ഹോണ്ടയുടെ ഹോണറ്റ് 2.0യുടെ ഡിസൈനിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന് അതുതന്നെയാണ്. നമുക്ക് അനായാസമായിട്ട് ഫോർവേഡായിട്ട് ലീൻ ചെയ്തിട്ട് ഓടിക്കാൻ പറ്റുന്ന ഈ ഡിസൈൻ, അതിന് ഒത്ത ഒരു ഹാൻഡിൽ ബാർ, അതിനനുസരിച്ച് കംഫോർട്ട് നൽകുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഹോണ്ടയുടെ ഈ 2.0 ഹോണറ്റ്. ഇനി ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചറാണ് ഇതിൻ്റെ ടാങ്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വളരെ ബൾക്കി ആയിട്ടുള്ള, വളരെ മാസീവായിട്ടുള്ള ഒരു ടാങ്കാണ് ഹോണറ്റ് 2.0യിൽ നമുക്ക് ഹോണ്ട അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം വളരെ ബൾക്കി ആയിട്ടുള്ള ഈ ടാങ്കിൽ ഇതിൻ്റെ ലുക്ക് ഒന്നുകൂടെ കൂട്ടുന്ന രീതിയിൽ ഇതിൻ്റെ കീ അടിപൊളിയായിട്ട് ടാങ്കിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഈ വാഹനത്തിൻ്റെ സ്പോർട്ടി ഫീച്ചർ കുറച്ചുകൂടെ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇനി അവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇതിൻ്റെ ഉള്ളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നല്ല വലുപ്പത്തിൽ ഒരു ഗിയർ ഇൻഡിക്കേഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് നമുക്ക് എത്ര ദൂരത്തിലുള്ള യാത്രകളും വളരെ മനോഹരമാക്കുന്നതിനും വളരെ ആസ്വാദികരമാക്കുന്ന ഒരു ഘടകമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടിപൊളിയായിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ തന്നെയാണ് ഹോണറ്റ് തന്നിട്ടുള്ളത്. വളരെ ചെറുതായിട്ടുള്ള, വളരെ വൈഡായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്ന, ഏത് റോഡിലൂടെയും അനായാസമായിട്ട് ഏത് സ്പീഡിലും കട്ട് ചെയ്ത് വാഹനത്തെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹാൻഡിൽ ബാർ തന്നെയാണ് ഹോണറ്റിൻ്റെ ഹാൻഡിൽ ബാർ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഈ വാഹനത്തിൻ്റെ സീറ്റുകളെ പറ്റി നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. രണ്ട് റൈഡേഴ്സിനും, ഡ്രൈവർക്കും പിലിയൻ ഡ്രൈവർക്കും വളരെ സുഖകരമായി ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു സ്പ്ലിറ്റ് സീറ്റ് തന്നെയാണ് ഈ വാഹനത്തിൽ ഹോണ്ട അവതരിപ്പിച്ചിട്ടുള്ളത്. അത് യാത്രയുടെ സുഖം ഇരട്ടിയാക്കുന്നതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഈ വാഹനത്തിൻ്റെ എഞ്ചിനിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള, വളരെ വലിയ ഒരു എഞ്ചിനാണ്. ഒരു 200cc എഞ്ചിൻ എന്നാണ് ഹോണ്ട ഈ എഞ്ചിനെ വിളിക്കുന്നത്. ഇത് ഒരു പവർഫുൾ ആയിട്ട് ടോർക്ക് നൽകുന്ന ഒരു മെഷീനാണ്, അല്ലെങ്കിൽ ഒരു എഞ്ചിനാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇത് OBD2-ൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ എഞ്ചിൻ PGMFI ടെക്നോളജിയിലാണ് വന്നിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും നല്ല ഒരു സേഫ്റ്റി ഫീച്ചർ ആണ് എന്ന് എനിക്ക് തോന്നിയ ഒരു പ്രധാന ഘടകമുണ്ട്. അതാണ് ഹോണ്ടയുടെ ഇപ്പോഴത്തെ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ്. അത് ഈ വാഹനത്തിൽ ഒരു നല്ല സേഫ്റ്റി ഫീച്ചർ ആണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നത് യുവാക്കൾക്ക് വേണ്ടി ഹോണ്ട നിർമ്മിച്ചിട്ടുള്ള, യുവാക്കൾക്ക് ഹരമായിട്ടുള്ള ഒരു വാഹനമാണ്. നമ്മൾക്കറിയാമല്ലോ, യുവാക്കൾ വാഹനം ഓടിക്കുമ്പോൾ അവർ സൈഡ് സ്റ്റാൻഡ് തട്ടാതെയൊക്കെ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് വാഹനമെടുത്ത് പെട്ടെന്ന് പോകുന്ന ഒരു രീതിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഈ പറയുന്ന സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ വാഹനത്തിൽ കയറിയിരുന്ന് സൈഡ് സ്റ്റാൻഡ് തട്ടിയതിനു ശേഷം മാത്രമേ വാഹനം മുന്നോട്ട് നീങ്ങുകയുള്ളൂ. ഇതൊരു നല്ല സേഫ്റ്റി ഫീച്ചർ തന്നെയാണ് യുവാക്കൾക്ക് വേണ്ടി ഹോണ്ട ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുവാൻ സാധിക്കും. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ മനോഹരമായിട്ട് വൈസർ അടക്കം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഹെഡ്ലാമ്പ് ഡിസൈനാണ് നമുക്ക് ഇതിൽ കാണുവാൻ സാധിക്കുക. വളരെ ബൾക്കി ആയിട്ടുള്ള ഒരു ഹെഡ്ലാമ്പാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു LED ഹെഡ്ലാമ്പ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഡെലിവറി ചെയ്യുന്ന ഈ ഹെഡ്ലാമ്പ് ഈ വാഹനത്തിൻ്റെ മനോഹാരിത വളരെയധികം കൂട്ടുന്നുണ്ട്. ഈ വാഹനത്തിൽ ഒരു ഗോൾഡൻ കളറിലുള്ള അപ്സ് ആൻഡ് ഡൗൺ ഷോക്ക് അബ്സർ, അത് വാഹനത്തിൻ്റെ കംഫോർട്ട് വളരെയധികം കൂട്ടുന്ന ഒരു ഘടകമാണ് എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും. ഇത് കംഫോർട്ടും അതുപോലെ തന്നെ സ്റ്റൈലും വളരെയധികം എടുത്തു കാണിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഈ ഷോക്ക് അബ്സർ. ഇതൊരു സിംഗിൾ ചാനൽ ABS ബ്രേക്കിംഗ് സിസ്റ്റത്തോടു കൂടി വരുന്ന വാഹനമാണ്. ഇത് ഈ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തെ വളരെയധികം മികവുറ്റ ഒന്നാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഏതൊരു സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനത്തിൻ്റെയും ലുക്കിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു പ്രധാന ഘടകമാണ് അതിൻ്റെ അലോയിയും ടയറും. ഈ വാഹനത്തിൻ്റെ അലോയിയും ടയറും ഹോണ്ട വളരെയധികം ലുക്കിൽ തന്നെയാണ് അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അതിന് ഒരു പ്രധാന ഉദാഹരണമാണ് അലോയിൽ വന്നിട്ടുള്ള
ബോഡി കളർ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ്. അത് വാഹനത്തിൻ്റെ ഭംഗി വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും. ഈ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡുകളിലെ ഫിംഗർ കൺട്രോളുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് എൻജിൻ കിൽ സ്വിച്ച്, അതൊരു റെഡ് കളർ സ്വിച്ച് ആയിട്ട് തന്നെ നമുക്ക് പ്രത്യേകം എടുത്തു കാണാൻ സാധിക്കുന്ന ഒരു ഘടകമാണ്. അത് വാഹനത്തിൻ്റെ ലുക്കിനും വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ഘടകമാണ്. അതിന് തൊട്ട് താഴെയായിട്ട് ഹസാർഡ് ലൈറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എൻജിൻ ഇഗ്നിഷൻ സ്വിച്ചും വന്നിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് താഴേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വാഹനത്തിൻ്റെ എയറോഡൈനാമിക് ആയിട്ടുള്ള ഡിസൈനാണ്. അത് വളരെ നല്ല എയർ ഇൻടേക്കുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹോൾസ് നമുക്ക് ഈ വാഹനത്തിൽ കാണുവാൻ സാധിക്കും. അത് വാഹനത്തിൻ്റെ സേഫായിട്ടുള്ള കൺട്രോളിനെയും സ്റ്റെബിലിറ്റിയെയും വളരെയധികം അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഇനി അവിടെ നിന്നും താഴേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഷോർട്ട് മഫ്ലറാണ് ഹോണ്ട ഹോണറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് ഈ വാഹനത്തിൻ്റെ ലുക്കിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും. മഫ്ലർ വളരെ ഷോർട്ട് ആയതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ എടുത്തു കാണുന്ന ഒരു ഘടകമാണ് ഈ വാഹനത്തിൻ്റെ ഡിസ്ക് ബ്രേക്ക് സിസ്റ്റം. അത് ഒരു ഡ്വൽ പെറ്റൽ ഡിസ്ക് ബ്രേക്ക് ആണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുവാൻ സാധിക്കും. ഇനി അവിടെ നിന്നും ഉള്ളിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഹോണ്ടയുടെ കംഫർട്ടിൻ്റെ അവസാന വാക്ക് അല്ലെങ്കിൽ കംഫർട്ടിൻ്റെ പര്യായം ഹോണ്ട ഇന്ത്യക്ക് കാഴ്ചവെച്ച മോണോഷോക്ക് സസ്പെൻഷൻ, അതും CB ഹോണറ്റ് 2.0 നമുക്ക് കാണുവാൻ സാധിക്കും. അതും ഈ വാഹനത്തിന് വളരെയധികം സ്റ്റെബിലിറ്റിയും കൺട്രോളും കംഫോർട്ടും ഒക്കെ തരുന്ന ഒരു ഘടകമാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എക്സ് ഷേപ്പിൽ ഉള്ള ബ്രേക്ക് ലൈറ്റ് ഏത് ലോങ് ഡിസ്റ്റൻസിൽ നിന്നും ഈ വാഹനം ഹോണറ്റ് ആണ് എന്ന് നമ്മളെ എടുത്ത് കാണിക്കുന്ന ഒരു ഘടകമാണ് എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വളരെ മനോഹരമായിട്ടുള്ള LED ഇൻഡിക്കേറ്റേഴ്സ് ഹോണ്ട ഹോണറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ വളരെ വൈഡായിട്ടുള്ള ഒരു 140 mm ടയേഴ്സാണ് ഹോണറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ഏത് കേർവും വളരെ മനോഹരമായിട്ട് തന്നെ ഒടിച്ച് എടുത്ത് വണ്ടിയെ കൊണ്ടുപോകാൻ പ്രാപ്തമാക്കുന്ന ഒരു ടയറാണ് എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും. ഇതൊക്കെയാണ് ഹോണ്ട ഹോണറ്റിൽ നമുക്കായിട്ട് അവതരിപ്പിച്ചത്. ഏത് റൂട്ടിലൂടെയും സ്റ്റേബിളായിട്ട് കൺട്രോൾ ചെയ്ത് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഹോണറ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്കറിയണോ? താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തോളൂ. നിങ്ങൾക്കുള്ള എക്സ്ചേഞ്ച് ഓഫേഴ്സിനെ പറ്റി അറിയുവാൻ സാധിക്കും. അതുപോലെ തന്നെയുള്ള ഫിനാൻസ് സൗകര്യങ്ങളെ പറ്റി അറിയുവാൻ സാധിക്കും. EMI പറ്റി അറിയുവാൻ സാധിക്കും. ഇതെല്ലാം ഈ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. നിങ്ങളുടെ എന്ത് സഹായത്തിനും ഞങ്ങളുണ്ട് കൂടെ.